ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടിപ്സ് ഓഫ് ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കയ്യിലിരിക്കുന്നത് ഓണിയനാണ്, ബിഗ് ഓണിയൻ, ചെറിയ ഉള്ളി അല്ലേ, ചെറിയ ഉള്ളി സവാള. അപ്പോൾ ഇതിൽ ഏത് ഉപയോഗിച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ പാക്കാണ്. നമ്മുടെ മുടി കൊഴിച്ചിൽ, ഹെയർ ഫാൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് ഇത് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് വളരെ മൈൽഡായിട്ടുള്ള രീതിയിൽ, നമുക്ക് ഒത്തിരി ഹാർഷായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ സവാള ആണെങ്കിൽ എടുക്കണമെങ്കിൽ നമുക്ക് പകുതിയൊക്കെ എടുത്താൽ മതി, ആണുങ്ങൾക്കൊക്കെ ആണെങ്കിൽ കുറച്ചെടുത്താൽ മതി, ഒത്തിരി ഒന്നും എടുക്കണ്ട. വളരെ സിമ്പിളായിട്ടുള്ള ഉള്ളി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ പാക്ക് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ മുടി നരയ്ക്കുന്ന പ്രവണതയുള്ളവരാണെങ്കിൽ അതിനെ കുറച്ച് കൊണ്ടുവരാനായിട്ടും ഏത് പ്രായത്തിലാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് എല്ലാവരും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കാനായിട്ട് മറക്കരുത്. ഉള്ളിയുടെ ഗുണങ്ങളും ഉള്ളി നമ്മുടെ മുടി കൊഴിച്ചിലിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ അറിയാം. നമുക്ക് ഒട്ടും സമയം വേണ്ട, വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പം നമ്മൾ ഇന്നിപ്പോൾ തയ്യാറാക്കാൻ പോകുന്ന ഹെയർ പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, 5-6 ഉള്ളി. ഇപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ആയതുകൊണ്ട് ഞാനിവിടെ 7 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളി ഇല്ലെങ്കിൽ ചെറിയ ഒരു കഷ്ണം സവാള എടുത്താലും മതി. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡ് ഇല്ലെങ്കിൽ നമുക്ക് കറ്റാർവാഴയില്ലേ, കറ്റാർവാഴ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്താലും മതി. ഇതിലേതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് മിക്കവാറും എല്ലാവരുടെയും വീട്ടിലുണ്ടാകും. അപ്പോൾ ചെറിയ ഉള്ളി എല്ലാവരുടെയും കയ്യിലുള്ളതാണ്, പ്ലസ് ഇത്. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മളൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഉള്ളി മിക്സിയിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഹെയർ പാക്ക് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് അരിച്ചെടുക്കാനാണ് പോണത്. മുടി വളർച്ചയ്ക്ക് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഉള്ളിനീര്. മുടി വേരുകളിൽ നമ്മൾ ഉള്ളിനീര് അപ്ലൈ ചെയ്യുന്ന വഴി നമ്മുടെ സ്കാൽപ്പിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ കൃത്യമായിട്ട് മുടി വളരാനും അത് സഹായിക്കുന്നുണ്ട്. അകാല നര മൂലം ബുദ്ധിമുട്ടുന്നവർക്കും ആത്മവിശ്വാസത്തോടെ തന്നെ ജീവിതത്തെ നേരിടാൻ സഹായിക്കുന്ന ഒന്നാണ് ഉള്ളി. ഉള്ളിനീര് പതിവായിട്ട് ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഉപയോഗിക്കുന്ന വഴി അകാല നരയുടെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യപ്പെടുന്നതാണ്. അകാല നരയുള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മുടിയിൽ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന പോലെ തന്നെ മുടിയിലുണ്ടാകുന്ന താരൻ, ചൊറിച്ചിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എത്ര കടുത്തതാണെങ്കിലും ഈ ഉള്ളിനീര് ഉപയോഗിക്കുന്ന വഴി, ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ തയ്യാറാക്കി ഉപയോഗിക്കുന്ന വഴി അതെല്ലാം മാറിക്കിട്ടും. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നല്ല വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഓൾറെഡി മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. വളരെ എല്ലാ ദിവസവും നമ്മൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള പാക്കുകളൊന്നും നമ്മുടെ മുടിയിൽ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു പാക്കാണ് ഇടുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ഓണിയനും അതേപോലെ തന്നെ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് അല്ലെങ്കിൽ കറ്റാർവാഴ ജെല്ല്, ഇതിലേതെങ്കിലും ഒന്നും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമ്മുടെ ഇടുവാണെങ്കിൽ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ്, താരൻ പോകാൻ നല്ലതാണ്. അങ്ങനെയൊക്കെ എല്ലാത്തിനും ഒരു സിമ്പിളായിട്ടുള്ളൊരു പാക്കാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ ഓൾറെഡി മുടിയിൽ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ നിങ്ങളിപ്പോൾ ഓയിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ ഈ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിലും നല്ലത് തന്നെയാണ്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ഒരല്പം ഓയിൽ ആഡ് ചെയ്ത് കാണിക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നത് വൈറ്റമിൻ ഇ ഓയിലാണ് കേട്ടോ. വൈറ്റമിൻ ഇ മുടിക്ക് ഭയങ്കര നല്ലതാണ്. മുടി നല്ല തിക്കായിട്ട് വളരാനൊക്കെ സഹായിക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ ഓയിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് 15 മിനിറ്റിന് ശേഷമാണ് നമ്മളിത് വാഷ് ചെയ്ത് കളയേണ്ടത്. ഓണിയൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു ചെറിയൊരു സ്മെല്ലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഈ ഒരു ഓണിയൻ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്ന ദിവസം നമുക്ക് ചെറുതായിട്ട് ഒരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്ത് കളയുക. ഒത്തിരി കൂടുതൽ യൂസ് ചെയ്യരുത്, ചെറുതായിട്ട്. അത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി കഞ്ഞിവെള്ളത്തിൽ ഈ ഷാമ്പു മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരു കുറച്ചുകൂടി ഡൈല്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല എഫക്റ്റീവായിരിക്കും. അപ്പോൾ എനിക്കിത് ചെയ്ത് കാണിക്കാൻ ഇന്ന് സമയമില്ല, ഇന്നിപ്പോൾ കുറച്ചൊരു ബിസിയാണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഏതായാലും ഇത് അപ്ലൈ ചെയ്തിട്ട് കുളിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഉള്ളി ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്ക് ആണെങ്കിലും ഓയിലാണെങ്കിലും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് സാധിക്കുമെങ്കിൽ ഷെയർ ചെയ്ത് നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു റിവ്യൂമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.